വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോഴും ആയിട്ടില്ല എന്ന് പൊരുതി സമർപ്പിക്കാനാണ് നമ്മളൊക്കെ വാസ്തവത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സബ്സിഡിക്ക് ചെന്നപ്പോൾ എല്ലാവർക്കും കൂടെ കണ്ടിട്ടു സംശയം ബാക്കിലാരെങ്കിലുണ്ടോ അപ്പോൾ മൂസാക്കിയാണെന്ന് കാരണം പറഞ്ഞു ബാക്കിൽ നോക്കണ്ട, നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 60 വയസ്സുള്ള ആളുകളൊക്കെ കാരണന്മാരായിട്ട് കഴിച്ചിരുന്നു. നമുക്കതിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു തോന്നൽ നമുക്കില്ലാതിരിക്കുന്നതാണ് നമ്മുടെ ഊർജ്ജം. ഇങ്ങനെ അതൊരു വസ്തുത. അപ്പോൾ ഏതായാലും ഒരു പരിഹാരമാണ് അതല്ലാതെ ഒരു പ്രൊമോട്ടഡ് പ്രൊജക്റ്റല്ല. എങ്കിൽ പോലും പരിഹാരങ്ങൾക്ക് പലപ്പോഴും പ്രശ്നങ്ങളുടെ മുമ്പിൽ വലിയ ആൾക്കാരാണ്. ഇപ്പം നമുക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ബാബുവിൻ്റെ ഒരു ചരിത്രോത്സവം നമ്മുടെ ശ്രീസാരം ചെയ്യുന്നതാണ്. എല്ലാവരും സന്തോഷത്തോടെ സപ്പോർട്ട്. ഇവിടെ 250 ആളുകളെ കടാപ്പ് ചെയ്യുമ്പോൾ 250 ആളും വാസ്തവത്തിൽ അവരുടെ ജീവിതം ഒരു നോവൽ എഴുതാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഒരു കഥയുടെ രൂപത്തിൽ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോട്ടി അങ്ങാടി ഒരു ശ്മശാന മുഖത ഇങ്ങനെ നടക്കിട്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ ആരുമില്ലാത്തൊരു സ്ത്രീ, ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ പഠിച്ചു കൂടി തൊട്ടടുത്ത ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ആ സ്ത്രീയെ താഴ്ത്തുകയും സ്ട്രോക്ക് വന്ന് ഓർമ്മ നശിച്ചു പോയ ആ സ്ത്രീയെ മഞ്ചേരി മെഡിക്കലിലേക്ക് മാറ്റി. 19 ദിവസം മലപ്പുറത്തിന്റെ സ്നേഹക്കാരനെ കൊണ്ട് അവിടെയുള്ള നഴ്സുമാരും ഡോക്ടർമാരും മറ്റു രോഗികളുടെ കുടിയിരുപ്പുകാരൊക്കെ ചേർന്ന് 19 ദിവസം നോക്കി. 19ാമത്തെ ദിവസം ആശുപത്രി അധികൃതർ വഴി നടന്നു. അവർ മഞ്ചേരി CI-യോട് വിവരം പറഞ്ഞു, ഞങ്ങൾ ആളുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. CI ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരാമെന്ന്. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് സ്ത്രീയോട് വരികയാണ്. ഞങ്ങൾക്കൊരു പേരുണ്ടോ, ഇത് നിർത്തിയില്ല, ഒന്നും സംസാരിക്കില്ല. ഇതൊക്കെ അവരുടെ ബന്ധുക്കളൊക്കെ പോലും അവരുടെ കൃത്യതയില്ല. ഒരു മകനുണ്ടായിരുന്നു ബന്ധുക്കൾ പറയുന്നത് എന്തോ വലിയപ്പോയതാണ്. അങ്ങനെ ഞങ്ങൾ പല പേര് വിളിച്ചു. മൈമൂന, ഫാത്തിമ, ആ പേര് പ്രായത്തിനനുസരിച്ച് ലൈല വിളിച്ചപ്പോൾ കല്ലിൽ തലച്ചു. ഏകദേശം 55 വയസ്സൊക്കെ ഞങ്ങൾ ലൈല പേര് ഫിസിയോതെറാപ്പി ചികിത്സയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. 2 മാസം കൊണ്ട് അവർ നല്ല വാക്ക് നടക്കാൻ തുടങ്ങി. 6 മാസമായപ്പോഴത്തെ ഒരു സാധാരണ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇന്ന് 7 കൊല്ലം പിന്നിടുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അത് മറ്റൊരു രോഗിയെ നോക്കാൻ കഴിയുന്ന ഈ സ്ഥാപനത്തിൽ ഏറ്റവും നല്ല അന്തേവാസിയുടെ പേരാണത് എന്ന് ഒരു ഡിസ്ട്രിക്ട് കൂടെ പറയാം. 2 കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് കോള തന്നു. ഈ ഇന്ത്യയുടെ മരുമകളാണ്, ഞങ്ങൾക്ക് ഉണ്ടെ ഒന്ന് കാണണം. അപ്പൊ എനിക്കൊരു രീതിയുണ്ട്, ഞാൻ പോലീസ് മുറയിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനത്തെ ഇപ്പോൾ കുറച്ചേരം മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു അന്തേവാസികളാണ് ഒരു അഡ്മിഷൻ വരുമ്പോൾ എന്താ ഈ ജാതി മനുഷ്യൻ ഇങ്ങനെ ഒരു പക്ഷേ എന്നെ കുറിച്ചിരിക്കാൻ സാധ്യത നിങ്ങൾക്കൊക്കെ തന്നെ ഫീൽ ചെയ്യും. ഇങ്ങനെ അതിൻ്റെ ഭാഗമാണ്. വരുന്നവർക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കാളിയോ പഞ്ചായത്ത് മൊത്തം തീരുമാനിക്കാനും കഴിയാൻ പറ്റില്ല. കാരണം ഒരു ശരാശരി 8 to 15 ഇടയിൽ അതിൽ എൻക്വയറി അത് 5 വരെയൊക്കെ പോകും. അതിൻ്റെ താഴെ പോകുക. അതിൽ കുറെ രസകരമായ സംഗതികളൊക്കെ ഉണ്ട്. തിരൂർ ഭാഗത്ത് ഒരാൾ 12,000 സ്ക്വയർ ഫീറ്റിലെ ചെറിയ വീട് വെച്ചിട്ടുണ്ട്. 12,000 സ്ക്വയർ ഫീറ്റിലെ ചെറിയ വീട്. അതിൽ സിന്തറ്റിക് മാർബിളാണ് വെച്ചിട്ടുള്ളത്. അധികം വിലയൊന്നുമില്ല. ചെറിയ വിലക്ക് 400 രൂപ കിട്ടുന്ന വില കുറഞ്ഞ മാർബിളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വാപ്പ മുറുക്കി തുപ്പാണ്. അപ്പൊ അതിന്റെ കാരണം മാർബിളാവുമ്പോൾ കയറി വരുന്നത് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് വാപ്പന്റെ പേര് വേണ്ടി ഞാൻ റൂം ഹിന്നയിൽ ഉണ്ടാക്കി തരാം. വാപ്പനെ ഒന്ന് പറഞ്ഞിരിക്കും. എന്റെ ഭാര്യ കുട്ടികൾ വാപ്പിന്റെ പേരാണെങ്കിൽ ഇവിടെ ഇറങ്ങിയുള്ള സൗകര്യം കൊണ്ട് തൃപ്തിപ്പെട്ട് പോകാം എന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ കുറെ രസമുള്ള കുറെ സംഭവങ്ങളൊക്കെ ഭാര്യയ്ക്ക് തീരെ ഇട്ടിരിക്കുമ്പോൾ കുറച്ച് ഇറങ്ങാറുണ്ട്. അപ്പൊ നമ്മൾ 2 വിധത്തിൽ നോക്കിയാൽ തിരക്കിടില്ല എന്ന് പറയുന്നവരൊക്കെ അവരോടൊക്കെ അനുസരിച്ച് മറുപടി നമ്മൾ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ അന്തേവാസിയുടെ മരുമകളാണെന്ന് പറഞ്ഞൊരാളെ വിളിച്ചപ്പോ ഞാനങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് വന്നപ്പോൾ
4 കൊല്ലമായിട്ട് എവിടെയാണെന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. അവരങ്ങനെ ചോദിച്ചു എന്തെങ്കിലും വിശേഷം സുഖകരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇപ്പം എൻ്റെ മക്കൾ എത്ര ഉണ്ട് പറഞ്ഞു. ഒരു കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെമിക്കോളൻ അങ്ങനെ. അപ്പോൾ ഇപ്പോഴോ ഞാൻ ഗർഭിണിയാണ്, ഏകദേശം 9 മാസം ആയിട്ടുണ്ട്. പ്രസവത്തിന് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഉമ്മാനെ കാണാൻ കൂടി മനസ്സിലായില്ലേ? അങ്ങനെ പോന്നിട്ടോ ഞാൻ ഒരു പേരക്കുട്ടി ഉണ്ടാകുന്നത് കാണാൻ ഒരു മകനെ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് സ്വന്തം ഉമ്മനെ തിരിച്ചു കിട്ടാൻ പോകുന്ന ഒരു അവസ്ഥ ഞാൻ ഫേസ്ബുക്കിൽ കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വിളിച്ചിരുന്നു. മരുമകളിൽ ഇങ്ങനെ ഒരു പ്രസവത്തിൻ്റെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഉമ്മനെ കിട്ടിയ തിരക്കെടുക്കാൻ അഭിപ്രായമുണ്ട്. എന്താ അഭിപ്രായം? ഇത് പറഞ്ഞു തീർത്തപ്പോഴത്തേക്ക് അവർ കണ്ണുനീരിങ്ങനെ തീരാറുണ്ട്. നല്ല താമസം കുറിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങളെ കഴിക്കൊണ്ട് അവസാനത്തെ വെള്ളം കുടിച്ച് കരിമല്ലി ഇവിടെ തന്നെ മരിച്ച് ഇതിനെല്ലാം മറുപടിയാണ് ദയവീതന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലും കണ്ണീരിനൊക്കെ മുമ്പിൽ ഇവ നമ്മൾ വലിയ സംഗതി വലിയൊരു അർത്ഥം നമ്മുടെ മനസ്സിൽ തോന്നുന്നു. ഇതൊന്നാണ്. അങ്ങനെ ഇവിടെ വന്ന ഏകദേശം ഒരു 300ഓളം കഥകൾ ഇവിടെ ചെത്തി വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം പക്ഷേ ഈ സംഗതികളൊക്കെ ഇങ്ങനെ പിന്നെ നല്ല നടന്നു കൂടെ എത്തിച്ചേരുന്നു. എനിക്കോട് പറയാനുള്ള സാധനം വെച്ചെങ്കിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പല കൂടുതലില്ല. ഇത് ഒരു പ്രൊമോട്ടഡ് പ്രൊഡക്റ്റ് അല്ല. ഉള്ളവർക്ക് എസ്കേപ്പ് ആവാൻ ഒളിച്ചോടാനുള്ള കിടത്താവളല്ല. പകരം ആളില്ലാത്തവർക്ക് സംരക്ഷിക്കാൻ ആളില്ലാത്തവർക്ക് നമ്മുടെ എല്ലാം ചെറുപ്പം സംരക്ഷകരാകുന്ന വയ്ക്കാനുള്ള അല്ലാത്ത ഏതൊക്കെയുള്ളവർക്ക് നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും സംഘടിച്ചു. അവിടെ പൈസയുടെ സൗകര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് കാർപ്പറേഷനിൽപ്പെടാൻ പാടില്ല. ടാറ്റയും പോലുള്ള കമ്പനിയുടെ 2 സ്റ്റേറ്റിന്റെ ചാർട്ട് വയ്ക്കുന്നവരാണ്. അനുഭവം വിളിക്കാം. അയാളച്ഛൻ കിടപ്പുരോഗിയാണ്, ശിവരോഗിയാണ്. ആകെ കാലം നിർബന്ധമായ അവസ്ഥയാണ്. അമ്മയും കിടപ്പിലാണ്, അട്ടയിൽ പ്രശ്നമുണ്ട്, ട്രീറ്റ്മെന്റ്. ഭാര്യ ഡെന്റിസ്റ്റാണ്. ദേവരാണ് ഇരക്കട്ടിയോട് കൊടുത്തു. അവർക്ക് നിർത്തി. പിന്നെ ഭാര്യ സർവീസ് നിർത്തി, ജോലി കൊണ്ടാന്ന് വെച്ചു. എന്നാൽ 4 പേരെ കൊണ്ട് നോക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ ടെൻഷൻ ഒന്ന് കുറച്ച് ആരെങ്കിലും കൊണ്ടൊന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് താരതമ്യം ചുറ്റിയാൻ പറ്റുന്നത് ആരെങ്കിലും ഒന്ന് നിങ്ങളെ പോകാം. ഞാൻ ഇങ്ങനെ പറയുന്നത് ഗ്രാജുവേറ്റാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവർക്ക് അറിയാൻ കിട്ടുന്ന ഇമേജ് അതെ. മറ്റൊരു കഥ കോട്ടയ്ക്കൽ ഭാഗത്തുനിന്ന് ദുബൈയിൽ അബുദാബി സിസ്റ്റാനാണ്. ഭാര്യ പോകുമ്പോഴാണ് 2 മക്കളുടെ ഒരാൾ സ്റ്റേറ്റ് ഒരാൾ പിന്നെ കല്യാണം കഴിച്ചു. അവർ വിദേശത്താണ്. ഒരു സഹോദരി 7 വയസ്സിൽ പോളിയോ കാണിച്ചു നടന്നതാണ്. 26 കൊല്ലം ഈ പെണ്ണെ നോക്കാൻ വേണ്ടിയിട്ട് ഭാര്യ നടക്കുന്നു. 26 കൊല്ലത്തിന് ശേഷം നട്ടലിൽ ചേർന്നു ഫിസിക്കൽ ധാരാളം. ആ സമയത്ത് ബിസിനസ് ഒഴിവാക്കി നാട്ടിൽ തിരിച്ചു. ആരെ നോക്കാൻ? പെങ്ങളെ നോക്കാം. സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ചില സ്വകാര്യ ശുദ്ധീകരണ കാര്യങ്ങളും സമയം സന്ദർഭം വന്നപ്പോൾ അത്തരം വൃത്തിയാക്കുന്നിടത്ത് ഞാൻ കൈവറച്ച് കണ്ണു നടന്നപ്പോൾ അയാൾ എന്നെ സമീപിച്ചു. എന്നെ കുട്ടികൾ ഒരു കല്ലോട് പറയുന്നത് എൻ്റെ ഭാര്യ അസുഖക്കാരെ ഒന്നും എനിക്ക് അമ്മയാണ് അതുവരെ എനിക്ക് എടുത്താവുക. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. അതല്ലാതെ ഒളിച്ചോടുന്നവർക്ക് കിട്ടുന്ന സംഗതിയല്ല എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നത് എന്ന് വെച്ചിട്ട് അങ്ങനെ പറയാനാണ് ആളുകൾക്ക് ഇഷ്ടം. അത് അവിടെ ഇവിടുത്തെ അതേ മറിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ ചികിത്സയുടെ കടവുണ്ട്. ഇവിടെ ഭക്ഷണം കൊടുത്ത് പോയ ഒരു കുട്ടി ഉപ്പി മീൻ പാപ്പയോട് ഭക്ഷണം കൊടുക്കുക. ആ ഉപ്പാനോട് ഈ മരുമോളം മകൻ കൂടി ചെറിയ കരിയുടെ കച്ചറാണ്. ചെറിയ കുട്ടി മനസ്സിലാക്കി കുട്ടി ഉപ്പാനെ കൈ വെച്ചിട്ടുള്ളതാണ്. പപ്പ നിങ്ങൾ ഈ കളി വർത്താൻ കേൾക്കില്ല, നമുക്ക് എന്താക്കി ജീവിക്കാൻ. എന്നാൽ
ഈ അടുക്കുകൾ തയ്ച്ചുകൊണ്ട് ഇവരെടുത്ത് നിൽക്കേണ്ടത് അവിടെ എന്ത് രസമാണെന്ന് പറഞ്ഞിട്ട് അതാണ് ഡിസൈൻ സമാന മനസ്കരായ ആളുകൾ 50 സംഘടനകൾ പോകുമ്പോൾ വലിയ സന്തോഷം ചെയ്തു. സങ്കടം ദുഃഖം പങ്കുവെക്കുമ്പോൾ പകുതിയാണ്, സന്തോഷം പങ്കുവെക്കുക ഇരട്ടിയാണ്. അങ്ങനെ ഒരാഴ്ചയോടുകൂടെ പങ്കുവെക്കുന്ന ഏറ്റവും നിങ്ങളെ അഭിനന്ദിക്കാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥിതികുടിയത്തിൽ ചില കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയ അഭിനയം കൊണ്ടും സ്ക്രിപ്റ്റ് കൊണ്ടും ആശയ സംവിധാനം ഇതൊക്കെ പ്രധാനം. ചില സമയത്തിന്റെ ചില കാലത്തിന്റെ ഓടങ്ങളെ മറിച്ചിടാൻ കഴിയുന്ന ചില എഴുത്തുകളും ചില അഭിനയങ്ങളും അതിന് ശരിക്കും നമ്മളൊക്കെ ഇന്ന് ഏറ്റവും അഭിമാനിക്കേണ്ട വളരെ സന്തോഷം തോന്നുന്ന ഒരു സാന്നിധ്യമാണ് സുധീഷ് സാഹിബ് സാന്നിധ്യം. നല്ലൊരു കൈയ്യടി ചെയ്യാം. ഏതായാലും നമ്മൾ ഒരാൾക്ക് ഒരു പക്ഷേ ഒറ്റയ്ക്കൊന്നും ചിലപ്പോൾ അങ്ങനെ കാര്യം ചെയ്യാം. നേരത്തെ പറഞ്ഞപ്പോഴേ നമ്മളെല്ലാം പോകുമ്പോൾ ഒരു ഇരുക്കിളി ഒന്നുമല്ല, പക്ഷെ ചെറിയൊരു ചരട് കൊണ്ട് 100 ഇരുക്കിളി വെച്ചാൽ അത് വിളിച്ചില്ല. മനസ്സിലായി? അത് വേണമെങ്കിൽ ആവശ്യപ്പെട്ട് വൃത്തിയാക്കാൻ തലമാറി വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കൊടുക്കാൻ പറ്റും. അപ്പം സത്യം പറഞ്ഞ് പിന്നെ അതിൻ്റെ കർമ്മം കൊണ്ടും പ്രതിരോധം കൊണ്ടും ശക്തമാകാൻ പറ്റുമെന്ന് അറിയണം. അതായത് വീണ്ടും മോട്ടിവേഷനാണ്. ഏതായിരുന്നാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടുണ്ടാവണം. ഓക്കെ, താങ്ക് യു.